ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദേവപുത്രന്റെ അമ്മയാകുവാൻ ഭാഗ്യം ലഭിച്ച ജന്മപാപമില്ലാതെ ജനിച്ച സാധാരണ പെൺകുട്ടി. പ്രഭുകുമാരികളും രാജകുമാരികളും കാലാകാലമായി കൊതിയോടെ കാത്തിരുന്ന രക്ഷന്റെ അമ്മയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചത് എളിയവരായിരുന്ന യോവാക്കിമിന്റെയും അന്നയുടെ മകളായ പരിശുദ്ധ കന്യാമറിയത്തിനാണ്. ജന്മപാപമില്ലാതെ ജനിച്ച മറിയത്തെ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്തു. എന്തൊരു അത്ഭുതമാണ് മാതാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒട്ടും നനച്ചിരിക്കാത്ത സമയത്താണ് ദൈവത്തിന്റെ വിളി ഗബ്രിയേൽ ദൂതനിലൂടെ വന്നപ്പോൾ അവൾ അതിന് സമ്മതം മൂളിയത്. അതുവഴി ലോകരക്ഷന്റെ അമ്മയായി മാറി. മാതാവിന്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ ശിമയോൻ പറഞ്ഞതുപോലെ വേദനകളുടെയും സഹനത്തിന്റെയും ഒരു കുത്തൊഴുക്ക് തന്നെ കാണാം. ബാല്യത്തിൽ ഉണ്ണിയ യേശുവിനെ കാണാതാകുന്നത് മുതൽ യേശുവിന്റെ ജീവനറ്റ ശരീരം കുരിശിൽ നിന്ന് മാതാവിനെ മടിയിൽ കെട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതിനുദാഹരണമാണ്. എല്ലായ്പ്പോഴും ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് എളിമയുടെ ഉത്തമ മാതൃകയായി തീർന്നു മറിയും. പരിശുദ്ധ കന്യാമറിയത്തിൽ വിളങ്ങിയിരിക്കുന്ന ദൈവിക സുഗന്ധങ്ങൾ നമ്മളിലും നിറയ്ക്കണമേ എന്ന് ഉണ്ണീശ്വരോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.